ദൈവത്തിൻ്റെ അത് പരിശുദ്ധമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിൽ കൂടി എന്നെ ശ്രമിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നതിനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ സ്നേഹവനത്തെ അറിയിക്കുന്നു. യേശു നല്ലവെന്ന ചിന്തയെ ആസ്പദമാക്കി ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 34:8. യഹോവ നല്ലവെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യഹോവ നല്ലവെന്ന് രുചിച്ചറിയുക. കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളും അതാണ് ദൈവത്തെ നമ്മൾ രുചിച്ചറിയാനുള്ള കാരണം. ഇപ്പം ഞാൻ പഞ്ചസാര കൈവച്ചിട്ട് അത് ടേസ്റ്റ് ചെയ്യാതെ മറ്റുള്ളവർ പറയും ഇത് കയ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അത് ശരിയല്ല. കാരണം അത് ഞാൻ ടേസ്റ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ യേശുവിനെയും ദൈവത്തിനെയും നമ്മൾ ടേസ്റ്റ് ചെയ്യുക. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളെല്ലാം നാം മറ്റുള്ളവർ പറഞ്ഞാലേ ദൈവത്തിൻ്റെ വിടുതൽ അല്ലെ ആ രുചിച്ചറിയാൻ നമുക്ക് പറ്റത്തുള്ളൂ. നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സങ്കീർത്തനം 34 അത് നോക്കിക്കഴിഞ്ഞാൽ ദാവീദിനെ ദൈവം വിടുവിച്ചുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെയുള്ള സങ്കീർത്തനം എഴുതാൻ കാരണം. അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ യഹോവയെ എല്ലാ കാര്യത്തിലും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും നാമമായിരിക്കും. കാരണം ദാവീദിനെ ദൈവം വിടുവിച്ചുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ സംഗീതം എഴുതിയത്. ഞാൻ യഹോവയെ എല്ലാ കാര്യത്തിലും വാഴ്ത്തും. അത് ഈ സമയം ഈ നേരം അല്ലെ 3 നേരം അല്ലെ 4 നേരം എന്നൊന്നുമല്ല. ഏത് സമയവും ദൈവം നമുക്ക് തരുന്ന ഒരു ദിവസം അതവൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം നമ്മൾ മണ്ടയ്ക്കൊത്ത് പഠിക്കുന്ന ശ്വാസം തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ ജീവിതം തീർന്നുപോയി. അപ്പം ദൈവം ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ദൈവം നമ്മളെ ഓരോ മിനിറ്റും ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങൾ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെ പറഞ്ഞിട്ടാണ് താഴോട്ട് വരുമ്പം കാണാൻ സാധിക്കുക ദാവീദ് പറയുന്നത് യഹോവ നല്ലവെന്ന് രുചിച്ചറിയുക. കാരണം ദൈവം നമുക്ക് തന്ന വിടുതൽ, ദൈവം നമുക്ക് തന്ന ആയുസ് എല്ലാം നമ്മൾ ദൈവത്തിനെ നന്ദി കരയറ്റുക. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കാരണം ഒരു 4.5 വയസ്സ് വരെ ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. ദൈവം എന്നെ വിടുവിച്ച അനുഭവമാണ് ഞാൻ പറയുന്നത്. 4.5 വയസ്സ് വരെ ഞാൻ സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു. 6.5 വയസ്സ് വരെ എനിക്ക് ഫിക്സ് വരുമായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു 6 വയസ്സ് കഴിഞ്ഞ് ഫിക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ മൊത്തം ഫിക്സ് വരുമെന്ന്. പക്ഷേ ദൈവം എന്നെ വിടുവിച്ചു. അതുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ മൊത്തത്തിൽ സമർപ്പിച്ചത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളാണ്. അത് നമ്മൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അനുഭവങ്ങൾ പറയാൻ ദൈവം അവസരം ഒരുക്കിയത്. ഒരു പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നുണ്ട്, അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വൻ നരകമതിൽ. കാരണം ദൈവം നമ്മളെ വിടുവിച്ചില്ല, ചേറ്റിക്കിടന്ന അവസ്ഥയിൽ ദൈവം നമ്മളെ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു പോയനെ. ആ കൃപ ഒന്നുകൊണ്ട് തന്നു നിൻ കൃപദാനം ഇന്നും ജീവിച്ചിരാൻ, നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ. ആ കൃപ ഒന്നുകൊണ്ട് മാത്രം നമ്മൾ ഓരോ നിമിഷവും നടത്തും. നമ്മൾ സമപ്രായക്കാർ, നമ്മൾ വലിയ ചെരുവെല്ലാം ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടു പോയി. പക്ഷെ ദൈവം നമ്മൾ ഓരോ സെക്കൻഡ് നടത്തുന്നില്ലേ. നമ്മൾ ജീവൻ പോകാൻ വേണ്ടി ഒറ്റ നിമിഷം മതി. നമ്മൾ അങ്ങോട്ട് പോകുമ്പം കല്ല് കയറി നമ്മൾ താഴെ വീണു. അങ്ങനെ എത്ര പേര്. പക്ഷെ ദൈവം നമ്മളെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും വഴി നടത്തുന്നുണ്ട്. ആ ദൈവം നമുക്ക് തന്ന വിടുതൽ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്കും പറയാൻ പറ്റും യഹോവ നല്ലവെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 1 പത്രോസ് 2:2 നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. നമ്മൾ ഇപ്പോൾ ജനിച്ച ശിശുവാണ്. നമ്മൾ ഒത്തിരി വർഷം നമ്മൾ ജീവിച്ചു കാണും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെപ്പോഴും ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ താഴ്ന്നിരിക്കുക. ദൈവം നമ്മളെക്കുറിച്ച് എപ്രകാരം ആഗ്രഹിക്കുന്നത് ആ ദൈവം നമ്മളെ നടത്തും. ദൈവം നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങൾ ദൈവം പറഞ്ഞു തരും. നമ്മൾ സ്വയം ഇഷ്ടത്തിൽ പോയി എല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാറില്ല. പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം അതാത് സമയത്ത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്താൻ സർവശക്തനാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തായാലും, പ്രയാസമായാലും പ്രശ്നമായാലും പട്ടിണിയായാലും ദുഃഖമായാലും രോഗമായാലും എന്തായാലും ദൈവം അറിയാതല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് കാര്യമായാലും ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. ഞാൻ മരിക്കുന്ന വരെയുള്ള കാര്യം ദൈവം എല്ലാം ഒരു ബുക്കിനകത്ത് എഴുതിയിട്ടിരിക്കുക. അത് എപ്പോഴൊക്കെ എന്തൊക്കെ നടക്കണമെന്ന് ദൈവത്തിന് അറിയാം.
ആ ദൈവം നമ്മുടെ കാര്യങ്ങൾ ഭാവിയെക്കുറിച്ചായാലും വിദ്യാഭ്യാസത്തെക്കുറിച്ചായാലും ഏത് പരമായാലും ദൈവം അറിയാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം പോലും സംഭവിക്കത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ ഒത്തിരി അറിയാൻ പറ്റുന്നത്. ഒരു കൂട്ടുകാരനല്ലേ അപ്പനും അമ്മയും അല്ലേ ഒരു സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമില്ല നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ദൈവം നമ്മുടെ ജീവിതത്തെ അടുത്തിരിക്കുമ്പം, അതായത് ദൈവം നമ്മുടെ കൂടെ ചേർന്നിരിക്കുമ്പം നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്തുതിക്കണം. ഒരു പാട്ടൻ ഇപ്രകാരം പറയുന്നുണ്ട്: നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ ഒന്നുമല്ല ഈ വേദന. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നവും പ്രതികൂലവും ഒന്നും നമ്മളെ തകർത്ത് കളയാനല്ല, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശോധനയെല്ലാം ദൈവം നമ്മളെ ഒരുക്കുക. കാരണം വെളി വരുമ്പം അത് മറ്റുള്ളവർക്ക് വിലയുള്ള ഒരു മുത്തായിട്ടാക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സ്വർണം വിചാരിക്കാൻ ഞാൻ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ എന്നീ സ്വർണം വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ആ ക്ലാവും പിടിച്ച് ഒന്നും ഇതാവാതെ മറ്റുള്ളവർക്കൊരു വില ഇല്ലാത്ത അവസ്ഥ അതങ്ങ് ഇരിക്കും. പക്ഷെ ആ തട്ടാൻ്റെ അതിനെ തന്നെ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ തട്ടാനെ തീ അനുഭവവും വെള്ളത്തിന് അനുഭവവും പല ഇതുണ്ട്, തട്ടുകളുണ്ട്. അതിൻ്റെ എല്ലാ അനുഭവവും ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പം അത് മറ്റുള്ളൊരു പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു ഇതായിട്ട് സ്വർണ്ണമായിട്ട് അത് വരും. അത് മറ്റുള്ളവർക്ക് വിലയായിട്ടുള്ള ഒരു സാധനമാണ്. ഇതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിച്ച് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ തന്നെ ഒരുക്കി ദൈവത്തിൻ്റെ സന്നിധി കൊടുക്കുക. നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം മാത്രം മുമ്പോട്ട് പോവുക. എന്നാൽ മാത്രമേ ദൈവം നല്ലവനെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സംഗീതക്കാരൻ പറയുന്നത് യഹോവ നല്ലവെന്ന് രുചിച്ചറിയുക. കാരണം ദാവീദിൻ്റെ ജീവിതത്തിൽ അനുഭവം വന്നിട്ടാണ് ദാവീദ് പറയുന്നത് യഹോവ നല്ലവൻ എന്ന് ഞാൻ രുചിച്ചറിഞ്ഞു. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യവാൻ എന്ന പേര് കിട്ടാൻ നമ്മൾ ഒത്തിരി ഭാഗ്യവാനെ കുറിച്ച് കാണാൻ സാധിക്കും. മത്തായി സുവിശേഷത്തിൽ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ദൈവം നമ്മളെ ഒരു ഭാഗ്യവാൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് യാക്കോബ് ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷയും പ്രശ്നവും, പരീക്ഷ എന്ന് വെച്ചാൽ ഈ ലോകമായിട്ടുള്ള എക്സാം അല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നവും പ്രതികൂലവും എല്ലാം ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ. അതെല്ലാം നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ ഇയ്യോബ് തള്ളി പറയാതിരുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയും. പക്ഷേ പ്രശ്നവും പ്രതികൂലവും വരുമ്പോൾ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയും. എന്നെ ഉൾപ്പെടെ ഞാൻ പറയുന്നത്, നമ്മൾ ആ തള്ളിപ്പറയാതെ ഏത് പ്രശ്നവും പ്രതികൂലവും വന്നാലും യഹോവ നിൻ്റെ ജീവിതത്തിൽ നല്ലവൻ എന്നൊരു തീരുമാനത്തോടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ഒരുങ്ങാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.